ചന്ദ്രേട്ട ഒന്നും പറഞ്ഞില്ല. ഞാനെന്ത് പറയാനാ? പോയിട്ടുണ്ടെങ്കിൽ വരില്ലേ? 2 ആഴ്ച കഴിഞ്ഞേ വരൂ. അപ്പൊ വണ്ടിയിലാരാ? അത് 2 ആഴ്ചത്തേക്ക് ചന്ദ്രേട്ട ആരെങ്കിലും വിളിച്ചു നിർത്തണം. പോയാ വീട് പണി കഴിഞ്ഞിട്ടേ തിരിച്ചു വരൂ. ഇനി അതിനുവേണ്ടി ഒരു പോക്ക് വേണ്ടല്ലോ. എനിക്ക് വേണ്ടി ആരും ത്യാഗമൊന്നും ചെയ്യണ്ട. എവിടെ വേണേലും പൊയ്ക്കോ. ചെണ്ടപ്പുറത്ത് കോല് വീഴുന്നിടത്തോ, ബംഗ്ലാവ് പണിയാനോ, പേറിനോ. എന്താ ഇത്? തമിഴന്മാരെ മടയെ കൊണ്ടുവന്നതാ. ഇതൂടെ വെച്ചോ. ഇത് ശമ്പളം മുഴുവൻ ഞാൻ പറ്റിയതല്ലേ? നമ്മൾ തമ്മിലുണ്ട് കണക്ക് അല്ലടാ. ചന്ദ്രേട്ടാ, ബംഗ്ലാവ് പണിയാൻ പോവില്ലേ? ഇരിക്കട്ടെ. തികയാതെ വന്ന ആരെങ്കിലും പറഞ്ഞു വിട്ടാ മതി. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടന് ബുദ്ധിമുട്ടുള്ള സമയല്ലേ? അത്യാവശ്യം കാശൊക്കെ കയ്യിലുണ്ട്. അപ്പൊ ഇത് വെറുതെ എന്തിനാ ചന്ദ്രേട്ടൻ ഇനിയും കടം മേടിച്ച് കൂട്ടണേ? വേണ്ടാത്ത വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ, തൊള്ള നിറച്ച് ഞാൻ പറഞ്ഞുതരും. കണ്ടെടുത്ത് വായി നോക്കി നിൽക്കാണ്ട് പാതിരാക്കി മുമ്പ് വീടെത്താൻ നോക്ക്. ബസ് നോക്കി ഇന്ന് അന്ന് എന്റെ പോക്ക് നടക്കൂല. അതിന് തോന്നുന്ന കണക്കാ എന്റെ വരവും പോക്കും. വരുന്ന പോലെ ലോറിയിലും കയറി പോകാൻ നോക്ക്. ടൗണിൽ ചെന്നാൽ ഇഷ്ടം പോലെ ബസ് കിട്ടുമല്ലോ. ആ ചാക്കോച്ചന്റെ ലോറി വരുന്നുണ്ട്. ഞാൻ അതിൽ കയറി പൊയ്ക്കണം. പോട്ടെ വരാൻട്ടാ. പെരമണി കഴിഞ്ഞാൽ വേഗം പോന്നോട്ടാ. ചന്ദ്രു വലിയ വിഷമത്തിലാ. ചാക്കോച്ചേട്ടാ, ടൗൺ വരെ ഞാനും ഉണ്ട്. ആ വെട്ടിയൊന്ന് വിളിച്ചേ. അവൻ ഇങ്ങോട്ടല്ലടി പറഞ്ഞത്. നീ കിഴക്കോട്ട് നോക്കി നിന്ന് അവൻ വേഗം വരുമോ? ഇന്നലെ വരുമെന്ന് കരുതി, കണ്ടില്ല. ഇനിയിപ്പോ പാതിരാത്രിക്കാരെയും കയറി വരിക. ഇങ്ങോട്ട് വരട്ടെ. എല്ലാ കൊല്ലം വാരനാട്ട് കൊച്ചു ഗോപാലിന് ഒരു ഓല പതിവാ. അത് കിട്ടാണ്ട് ഒരടി അവൻ മുന്നോട്ട് നീങ്ങില്ല. മോളെ, ദേ എഴുന്നേൽത്ത് വരുന്നുണ്ട്. ആ വിളക്കൊന്ന് കത്തിച്ചേ. ആ മോളെ, ഇതാ രവി വരുന്നുണ്ട്. അമ്മേ, ഇത്തവണ ചന്ദ്രേട്ടനും ഉണ്ട്.
മോർണിംഗ് വന്നു. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി ചോദ്യോത്തരം കൊണ്ട് എന്താ ഒരു ഫലം? ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. വരാനുള്ളവരൊക്കെ വന്നോടാ. ഓ, വേറെ ആരും ഇല്ലല്ലോ. പിന്നെന്തിനാ വെച്ചോണ്ടിരിക്കുന്നേ? ഇനി ഇത് നാളത്തേക്ക് നീട്ടണോ? വേണ്ട, നേരത്തോട് നേരം കഴിഞ്ഞില്ലേ. ഇനി വെച്ചോണ്ടിരുന്ന ബുദ്ധിമുട്ടാ. കുഴി വെട്ടി കഴിയാറായി. അവിടുന്ന് ആരും വന്നില്ലേ? ഓ, 5-8 ആളുണ്ട്. കൊന്നതാണോ ചത്തതാണോ എന്ന് ആർക്കറിയാം? ചന്ദ്രു വേണ്ട. ഏതായാലും ഇനി വെച്ചോണ്ടിരിക്കണ്ട. എന്താണെന്ന് വെച്ചാ വേഗം ആട്ടെ. ചന്ദ്രു, ഉം. ചടങ്ങുകളെല്ലാം കഴിഞ്ഞല്ലോ. 7:15 വണ്ടിയുണ്ട്. ഞങ്ങളങ്ങ് പോയാലോ എന്ന് ആലോചിക്കുക. നമുക്ക് ഒരുമിച്ച് പോയാൽ പോരെ? നീ 2-3 ദിവസം ഇവിടെ നിൽക്കുക. ആ തള്ളയോട് മാത്രമല്ലേ ഉള്ളൂ. നാട്ടുകാരുടെ കടമ തീർത്ത് അവർ പോയി. നമുക്കങ്ങനെ പോകാൻ പറ്റുമോ? കാശ് വല്ലതും? വേണ്ട, എൻ്റെ കയ്യിലുണ്ട്. എന്നാ പിന്നെ വൈകണില്ല, ഞങ്ങൾ ഇറങ്ങും. വരട്ടെ. ഓ, വാ. വയസ്സില് വീട് വെക്കുമെന്നാ ഇന്നാളൊരാൾ കൈ നോക്കി പറഞ്ഞ.
പിന്നെ 40 വയസ്സ് വരെ ശുക്രദശ. അപ്പൊ ലോട്ടറി അടിക്കുമല്ലോടാ. അത്ര വലിയ അതിമോഹമൊന്നും എനിക്കില്ല. ജീവിച്ചു പോണം. എന്റെ രമണിക്ക് ഒരു വിഷമവും ഉണ്ടാവരുത്. പിന്നെ ഞങ്ങളുടെ മോള്, അവള് ജനിക്കുന്ന ഒരു ചെറ്റപ്പുരയിലാവരുത്. ദൈവം സഹായിച്ച് ഇതെല്ലാം നടക്കും ചന്ദ്രേട്ടാ. ജീവൻ പോയാൽ ഇത് ഞാൻ നടത്തും. കൂടെ വന്നവരൊക്കെ പോയോ? ഉം. ഇത്തിരി കഞ്ഞി കുടിക്ക്. വേണ്ട. നിങ്ങൾ രമണിയൊക്കെ കഷ്ടമാണല്ലോ. വെറുതെ വയറ് പാട്ടണ്ട, ഇത് കുടിക്ക്. എനിക്ക് പോയിട്ട് കാര്യമുണ്ട്, ഇത് പിടിക്ക്. നിങ്ങളിവിടെ ഒറ്റയ്ക്ക് കിടന്നോളൂ. പേടിയാണെങ്കിൽ പറ, ആരെങ്കിലും കൂട്ടുവിടാം. വേണ്ട. ഞാൻ പോണു. ഒറ്റയ്ക്കോ? പിന്നല്ലാതെ. മേപ്പുള്ളിക്കാരുടെ പറമ്പ് നിറച്ചും പാമ്പാ. മോളെ, ഈ വെള്ളമെങ്കിലും കുടിക്കും. വിധിന്ന് കരുതി സമാധാനിക്കാണ്ട് എന്താ ചെയ്യ? എങ്കിലും ഈശ്വര ഇത്രയും വലിയ ചതി എന്റെ മോളോട് കാണിച്ചല്ലോ. ഇനി ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെ? രവി പോയിന്ന് വെച്ചാൽ ആരുമില്ലാന്ന് കരുതണ്ട. കുറച്ച് വെള്ളയപ്പാ അങ്ങാടിലെ കടയിൽ നിന്ന് വാങ്ങിയതാ. രവി പറഞ്ഞ ദിവസേ കാലത്ത് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുള്ളൂ. എന്നാൽ അവനത് പിടിക്കില്ല. അങ്ങാടിയിൽ ശങ്കരനാര കടയിൽ പോയി ചായ കുടിക്കും. വരുമ്പോ ഇതുപോലെ ഒരു പൊതി കൊണ്ടുവരും. അമ്മയ്ക്കും മോൾക്കും. അപ്പൊ അവര് തേങ്ങ ഇടുകയല്ലെന്നാ പറയണതല്ലേ? അതെ. അപ്പൊ എന്ത് ചെയ്യും? അതാ ഞാനും ആലോചിക്കുന്നത്. മരക്കഴുതേ, അവന്റെ ഒരു ആലോചന. പിന്നെന്തിനാടാ എന്റെ ചോറും തിന്ന് കള്ളും കുടിച്ച ഈ കുമ്പയം വെറുപ്പിച്ച് നടക്കുന്നത്? അല്ല മുതലാളി, കാര്യം നമ്മൾ വിചാരിക്കണ പോലല്ല. അവർക്കും ഉണ്ട് ഇപ്പോ യൂണിയൻ. മേപ്പുള്ളി കൊച്ചുവർക്കയുടെ അടുത്ത് യൂണിയനോ? പോയി പണി നോക്കാൻ പറടാ. ഇതിലും വലിയ യൂണിയൻ പൊളിച്ചിട്ടുള്ളവനാ കൊച്ചുവർക്കി. പിന്നല്ലേ 3-4 പേരുടെ യൂണിയൻ. കാര്യം 4-5 പേരേ ഉള്ളൂ എങ്കിലും അവര് വാശിയില്ല. കൊച്ചുവർക്കിയോട് ഇറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ കാലുമേ തന്നെ വന്ന് വീഴും. അന്ന് തട്ടി വരെയറാ. ആരറിയാൻ വയ്യാത്ത യൂണിയൻ ആരാടാ? കണ്ടങ്കോരന്റെ മോൻ കുമാരനാ നേതാവ്. ഏത് തെങ്ങേന്ന് വീണ് ചത്ത കണ്ടങ്കോരന്റെയോ? അതേ മുതലാളി. എന്നിട്ട് നീയൊക്കെ ഇത്രയും നാളും അവനെയൊക്കെ വെച്ച് പൊറപ്പിച്ചു അല്ലേ? അല്ല മുതലാളി ഒന്നും പറഞ്ഞില്ല. ഞാൻ പറയണോടാ, നോക്കി കണ്ടങ്ങ് ചെയ്യണം.